ജിമ്മി, അതിവേഗം നമ്മുടെ ഒരു സ്വപ്നമാണ്. പക്ഷേ ആ സ്വപ്നം യാഥാർത്ഥ്യമാകാതിരിക്കാൻ പല കാരണങ്ങളുണ്ട്. രാഷ്ട്രീയ കാരണങ്ങളും പ്രായോഗിക കാരണങ്ങളും. ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുന്ന റെയിലാനന്തര തർക്കം എന്താണ് തോന്നുന്നത്? ഇത് ട്രെയിനെ കുറിച്ചുള്ള തർക്കമല്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ഇത് രാഷ്ട്രീയമാണ്, തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിൽ ആര് സ്കോർ ചെയ്യുന്നു എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു യുദ്ധമാണ് ഈ നടക്കുന്നത്. അല്ലാതെ റെയിലോ അതിനുശേഷം വന്ന 2 പദ്ധതികൾക്കോ ഒന്നും ഇപ്പോൾ വലിയ പ്രസക്തിയില്ല കേരളത്തിൽ. എന്താ കാര്യം? റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ ഒരുപാട് കാലമായി നീണ്ടു നിൽക്കെ തെരഞ്ഞെടുപ്പിൻ്റെ തലേ മാസം നമ്മൾ കൊണ്ടുവന്ന് എന്താണ് ഈ ചർച്ച ചെയ്യുന്നത്? അതാണല്ലോ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റെയിൽ പൊളിഞ്ഞതിന് ശേഷം സംസ്ഥാന സർക്കാർ ഒരു വയബിൾ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് വളരെ കാര്യമായി ആത്മാർത്ഥമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ശ്രീധരൻ മെട്രോ മാൻ ഒരു പുതിയ പദ്ധതിയുമായി സർക്കാരിനെ സമീപിക്കുന്നത്. കേരള സർക്കാർ ഇത് നല്ല ഐഡിയ ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് അശ്വിനി വൈഷ്ണവ് റെയിൽവേ മന്ത്രിയെ ശ്രീധരൻ്റെ പദ്ധതിയുമായി KV തോമസും മുഖ്യമന്ത്രിയും പോയി കാണുന്നത്. ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി പോയി കണ്ടതാണ്. അപ്പോൾ അവിടെ കാണുന്നു. അപ്പോൾ അശ്വിനി വൈഷ്ണവ് അങ്ങനെ ഒരു പദ്ധതി ഉണ്ടോ, ശരി നമുക്ക് ആലോചിക്കാം എന്ന് പറയുന്നു. അതാണ് ഇപ്പോൾ ശ്രീധരൻ പറയുന്ന സെമി ഹൈസ്പീഡ് റെയിൽ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. 88,000 കോടി രൂപയുടെ പദ്ധതി. അതൊക്കെ നമ്മൾ പിന്നെയാണ് അറിയുന്നത്. പക്ഷേ അതിനുശേഷം നടന്ന സംഭവം അതങ്ങനെ മന്ദീഭവിച്ച് നിൽക്കുന്നു. അതിൻ്റെ അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് ഒരു കാര്യപരിപാടിയും ഉണ്ടാകുന്നില്ല. അങ്ങനെ ഇരിക്കെ ശ്രീധരൻ സ്വന്തം നിലയ്ക്ക് ഈ പദ്ധതി അനൗൺസ് ചെയ്യുകയാണ്. ഏതാ? കേരളത്തിൽ റെയിലിൻ്റെ നാണക്കേടിൽ നിന്ന് കേരളം സർക്കാർ ഒരു ചെറിയ തിരിച്ചടി കിട്ടിയ ശേഷം പുതിയ പദ്ധതി ആലോചിച്ചിരിക്കുമ്പോൾ ശ്രീധരൻ എൻ്റെ പദ്ധതി എന്ന് പറഞ്ഞ് സ്വന്തം നിലയ്ക്ക് ഈ പദ്ധതി പ്രഖ്യാപിക്കുന്നു. അവിടെയാണ് പ്രശ്നം. ശ്രീധരൻ ആരാ പ്രഖ്യാപിക്കാറെന്ന് സ്വാഭാവികമായി സംസ്ഥാന സർക്കാരിന് തോന്നും, നമുക്കും തോന്നും. ശ്രീധരൻ വലിയ കക്ഷിയാണ്, മെട്രോമാണ്. പക്ഷേ കേരളത്തിൻ്റെ പദ്ധതി കേരളം പ്രഖ്യാപിക്കണ്ടേ? അപ്പോൾ അത് ഉണ്ടായില്ല എന്നുള്ളതും ശ്രീധരൻ സ്വന്തം നിലയ്ക്ക് ചെയ്യുമ്പോൾ ആരാ ശ്രീധരൻ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാലക്കാടിൽ BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്ന, BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്നൊക്കെ പുള്ളി തന്നെ പറഞ്ഞിരുന്ന ഒരു വ്യക്തി. അങ്ങനെ ഒരു ആൾ കേരളത്തിൻ്റെ പദ്ധതി പ്രഖ്യാപിച്ചാൽ അതിനെങ്ങനെ കൈയടിക്കും എന്നുള്ളതായിരുന്നു പിണറായി വിജയൻ്റെയും മന്ത്രിസഭയുടെയും ഇടതുമുന്നണിയുടെയും ഒക്കെ പ്രശ്നം. അതുകൊണ്ട് ബജറ്റിന് 5 ദിവസം മുമ്പ് രായിക രാമാനം പെട്ടെന്ന് ഒരു പുതിയ പദ്ധതി ഓൾറെഡി പൈപ്പ് ലൈനിലുള്ളതായിരുന്നു, പക്ഷേ അത് വളരെ പെട്ടെന്ന് റെഡിയാക്കി അവർ പ്രഖ്യാപിക്കുന്നു. അതാണ് ദില്ലി മാതൃകയിലുള്ള, ദില്ലിയിൽ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള RRTS. അത് മറ്റൊരു രീതിയിലുള്ള പദ്ധതിയാണ്. ശരി, ഈ 2 പദ്ധതികളും 2 വഴിക്ക് നിൽക്കുകയാണ്. അപ്പോൾ ശ്രീധരൻ ഇന്ന് വെടിപൊട്ടിച്ചപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ സർക്കാരിനോ ഇറ്റ്സ് ഫൂളിഷ്നെസ്, വട്ടാണെന്നാണ് പറയുന്നത്. ഇങ്ങനൊരു പദ്ധതി നടക്കാനുള്ള ഒരു സാധ്യതയുമില്ല എന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നു. അതിൽ ചില കാരണങ്ങൾ അദ്ദേഹം പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ശരിയാണെന്ന് തോന്നാം. കാരണം ഈ പദ്ധതി RRTS എന്ന് പറയുന്നത്, RRTSൻ്റെ ഉദ്ദേശം തന്നെ മെട്രോ നഗരങ്ങളെ റൂറലുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ റൂറലിൽ നിന്ന് മെട്രോയിലേക്ക് ബന്ധപ്പെടുത്തുക, മെട്രോ നഗരങ്ങളും ബന്ധപ്പെടുക. ഇപ്പം ഇത് നടന്നിട്ടുള്ള സ്ഥലം ഡൽഹിയാണ്. ഡൽഹിയിലെ മീററ്റിൽ നിന്ന് ദില്ലിയുടെ ഔട്ട്സ്കേർട്സിലേക്ക് പോകുന്ന പദ്ധതിയാണിത്. ഒരു 50-60 കിലോമീറ്റർ ദൂരം കാണും. അതിനുവേണ്ടിയാണ് ഈ പദ്ധതിയുടെ ഡിസൈൻ. നിങ്ങൾക്ക് കേരളത്തിൽ ഒരറ്റം മുതൽ മറ്റേറ്റം വരെ നടപ്പിലാക്കാനാവില്ല എന്നാണ് ശ്രീധരൻ പറയുന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞ വാക്ക് ഹാർഷാണ്. ഇറ്റ്സ് ഫൂളിഷ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ നിലപാടെടുത്തത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന വേറൊരു കാര്യം, നിങ്ങൾക്ക് ഈ പറയുന്ന വേഗത കിട്ടില്ല. ഒരു 70-80 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഇതിന് വേഗത്തിൽ പോകാൻ പറ്റില്ല, കാരണം കൂടുതൽ സ്റ്റേഷനുണ്ടാവും. ഇതിൻ്റെ ഡിസൈൻ തന്നെ അങ്ങനെയാണ് എന്നുള്ളതാണ് ശ്രീധരൻ പറയുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ പദ്ധതി നടക്കാനുള്ള സാധ്യതയില്ല. കേന്ദ്ര സർക്കാർ അനുമതി നൽകില്ല. പരമാവധി തിരുവനന്തപുരത്ത് ചെങ്ങന്നൂർ വരെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പദ്ധതിയുമായി ചെന്നാൽ കേന്ദ്ര സർക്കാർ അനുമതി നൽകും, അല്ലാതെ ഇത് കിട്ടാൻ പോകുന്നില്ലെന്ന് ശ്രീധരൻ ആധികാരികമായി പറയുന്നു. ശ്രീധരനെ ചൊടിപ്പിച്ച കാര്യം, ഇന്നലെ മുഖ്യമന്ത്രി ശ്രീധരൻ സ്വന്തമായി ഈ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ അതിന് വളരെ ശക്തമായ മറുപടി ഇന്നലെ കൊടുത്തിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത്, ശ്രീധരൻ ഒരു പദ്ധതി വന്നു, കൊള്ളാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഞങ്ങൾ അവസാനം അശ്വിനി വൈഷ്ണവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അശ്വിനി വൈഷ്ണവ് കൈമലർത്തുകയാണ്, ഉണ്ടോ അങ്ങനെ ഒരു പദ്ധതി ഉണ്ടോ? അപ്പോൾ ശ്രീധരൻ പറഞ്ഞത് അദ്ദേഹവുമായി സംസാരിച്ചു, എല്ലാം ഗംഭീരമാണെന്നാണല്ലോ. ഇതൊന്നും ഞങ്ങൾക്ക് അവിടെ നിന്ന് മനസ്സിലായില്ല. ഇനിയിപ്പോൾ ശ്രീധരൻ അങ്ങനെ നടത്തെങ്കിൽ നടത്തിക്കോട്ടെ എന്നായിരുന്നു പറയുന്നു. അപ്പോൾ വിഷയം രാഷ്ട്രീയമാണ്. BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീധരൻ ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നു, കേരള സർക്കാർ ഇടതുമുന്നണി മറ്റൊരു പദ്ധതി പ്രഖ്യാപിക്കുന്നു. രണ്ടും ട്രെയിനാണ് എന്നുള്ളതല്ലാതെ, രണ്ടും അതിവേഗം എന്നുള്ളതല്ലാതെ ഇത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ഇത് തമ്മിൽ യാതൊരു കണക്ഷനുമില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇതിൽ ഏത് വേണമെങ്കിലും, ഇപ്പോൾ പറയുന്നു ഏത് വേണമെങ്കിലും നടക്കട്ടെ എന്ന് സർക്കാർ പറയുകയാണ്. അതാണ് ഈ കഥയിലെ അടുത്ത രംഗം. എന്താ കാരണം? 2 ദിവസം കഴിഞ്ഞാൽ ബജറ്റ് വരികയാണ്. ഈ ബജറ്റിൽ കേരള സർക്കാരിൻ്റെ RRTSനേക്കാൾ ശ്രീധരൻ പറഞ്ഞ സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതിക്കാണ് ബജറ്റിൽ തുക വിലയിരുത്തുന്നതെങ്കിലോ, സംസ്ഥാന സർക്കാർ തലേദിവസം ഇന്നലത്തെ ബജറ്റിൽ 100 കോടി ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. കേന്ദ്രം വളരെ സീരിയസ് ആയി ശ്രീധരൻ്റെ പദ്ധതിയാണ് പിന്തുണയ്ക്കുന്നതല്ലോ. ഇതിന് രണ്ടിനും കേന്ദ്രത്തിൻ്റെ അനുമതിയാണ് വേണ്ടത്. അപ്പോൾ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടി വരും. അപ്പോൾ തൽക്കാലം അതെങ്കിൽ അത്, ഇതെങ്കിൽ ഇത്. പക്ഷേ റെയിലിന് ബദലായി ഏത് പദ്ധതി വന്നാലും അത് നമുക്ക് നല്ലതാണ് എന്നാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഒരു സംശയം, ഇപ്പം നമ്മുടെ മുമ്പിൽ 3 പദ്ധതിയായി.
കേരളയിലായി, RRTS ആയി, അതുപോലെ തന്നെ സെമി സ്പീഡ് റെയിൽ പദ്ധതിയായി, 3 എണ്ണം ഉണ്ട്. എന്താണ് കേരളത്തിൽ ഈ പദ്ധതി ഈ ആദ്യത്തെ പദ്ധതി നടപ്പാക്കാതിരിക്കാനുള്ള കാരണം? എന്താണ് കേരളയിൽ സംഭവിച്ചത്? കേരളയിൽ സംഭവിച്ചത് വളരെ വലിയ ജനവികാരമുണ്ടായി. കാരണം കേരളത്തിൻ്റെ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ വല്ലാതെ ഭൂമി ഏറ്റെടുക്കണമായിരുന്നു. അതാണ് ഇതിൻ്റെ മർമ്മം. നിങ്ങൾക്കൊരു കേരളത്തിലൊരു പുതിയ പദ്ധതി വരണമെങ്കിൽ കാര്യമായി ഭൂമി ഏറ്റെടുക്കണം. ആ ഭൂമി ഏറ്റെടുത്തപ്പോൾ മഞ്ഞക്കുറ്റി എന്ന് പറഞ്ഞ് കളിയാക്കിയതും അതിനെതിരെ വലിയ ജനകീയ പ്രക്ഷോഭങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. സർക്കാർ അത് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. എന്ന് മാത്രമല്ല, കേന്ദ്ര സർക്കാർ അതിന് അനുമതി കൊടുത്തതുമില്ല. കേന്ദ്ര സർക്കാർ അനുമതി കൊടുത്തിരുന്നെങ്കിൽ സർക്കാർ കൂടുതൽ പെട്ടേനെ. കാരണം ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സ്ഥലം നിർബന്ധമായി അക്യൂറേറ്റ് ചെയ്യാൻ വന്നാൽ അത് വളരെ വലിയ കുഴപ്പങ്ങളിലേക്ക് പിന്നെയും പോകും. അന്ന് ഒരു പ്രശ്നമുണ്ടായി അതവിടെ നിൽക്കുമ്പോൾ കേന്ദ്രം എന്തുകൊണ്ടാണ് അനുമതി കൊടുക്കാതിരുന്നത്? ജനകീയ പ്രക്ഷോഭം മാത്രമല്ല, ഇതിൻ്റെ പ്ലാൻ, ഇതിൻ്റെ DPR തയ്യാറാക്കും ഇതൊട്ടും ശാസ്ത്രീയമല്ല എന്നുള്ളതായിരുന്നു. ആ വാദം അവിടെ തന്നെ നിൽക്കുകയാണ്. എന്താണ് പറഞ്ഞത്? 13 അടി പൊക്കത്തിൽ 13 അടി പൊക്കത്തിൽ വലിയ മൺകൂനകൾ ഉണ്ടാക്കി കേരളത്തിൻ്റെ വടക്ക് നിന്ന് തെക്ക് വരെ നിങ്ങളൊരു പുതിയ മതിൽ പണിയുകയാണ്. അപ്പോൾ കേരളത്തിൻ്റെ പരിസ്ഥിതിയെ വളരെ രൂക്ഷമായി ബാധിക്കുന്ന രീതിയിൽ നീരൊഴുക്കുകളെ തടസ്സപ്പെടുത്തുന്ന, വെള്ളത്തിൻ്റെ സ്വാഭാവികമായ ഒഴുക്കിനെയും മറ്റുമൊക്കെ പോകുന്ന, ആ ഭൂമിയുടെ ഘടനയെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു പരിപാടിയായി പോകും. അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും ശാസ്ത്രീയമല്ല. ഇത് കേരളം പോലൊരു സ്ഥലത്ത്, ചരിവ് പ്രദേശങ്ങൾ കാര്യമായുള്ളൊരു സ്ഥലത്ത്, മലനാട്, ഇടനാട്, സമുദ്രം എന്ന രീതിയിൽ നദികൾ ഒഴുകുന്നൊരു സ്ഥലത്ത്, വെള്ളം ഒഴുകുന്ന സ്ഥലത്ത് ഇത് പറ്റില്ല എന്നുള്ളതായിരുന്നു അന്നത്തെ മുഴുവൻ വാദം. ആ വാദത്തിൽ തട്ടിയാണ് കേന്ദ്ര സർക്കാരുമൊക്കെ ഇതിനകത്ത് പരിസ്ഥിതി പ്രശ്നവും മറ്റു പല കാര്യങ്ങളും പറഞ്ഞ് അനുമതി കൊടുക്കാതിരുന്നത്. ഈ വാദം കുറച്ച് കഴിഞ്ഞപ്പോൾ ശരിയാണെന്ന് തെളിഞ്ഞത് നമ്മൾ കണ്ടില്ലേ? 9 സ്ഥലത്താണ് ദേശീയപാതയുടെ പുനരുദ്ധാരണ പരിപാടിയും വിപുലീകരണ പരിപാടിക്കും ഇടയ്ക്ക് ഇതുപോലെ തന്നെ വലിയ മൺകൂനുകൾ എംബാർക്ക്മെൻ്റ് ഉണ്ടായി. കേരളത്തിൽ 13-14 അടി പൊക്കത്തിൽ ഇതുപോലെ തന്നെ എങ്ങനെയാണോ നിങ്ങൾ കേരളത്തിന് പ്ലാൻ ചെയ്തിരുന്നത് അതുപോലെ തന്നെ പുതുതായ രീതിയിൽ ദേശീയപാത വിപുലീകരിച്ചപ്പോൾ 9 സ്ഥലത്താണ് ദേശീയപാത തകർന്നു വീണത്. ഒരുപാട് വീടുകൾക്ക്, നാട്ടുകാർക്ക് ഒക്കെ അവരുടെ സ്വൈര്യജീവിതം തടസ്സപ്പെടുന്ന സംഭവം ഉണ്ടായി. എത്ര സ്ഥലത്താണ്? ഇപ്പോൾ കൂരിയാട് മലപ്പുറത്ത് മുതൽ കണ്ണൂർ 3 സ്ഥലത്ത്, ചാവക്കാട്, തൃശ്ശൂർ, എല്ലാ ജില്ലയിലും ഉണ്ട്. കാസർഗോഡാണെങ്കിൽ കാഞ്ഞങ്ങാടും മലാപ്പറമ്പിലും, മലപ്പുറത്ത് തലപ്പറയിൽ, കൊല്ലത്ത് മൈലക്കാട്, ഇത്രയും സ്ഥലത്ത് സംഭവിച്ചു. അപ്പോൾ 9 സ്ഥലങ്ങളിലുണ്ടായി. ഈ 9 സ്ഥലങ്ങളിലും എന്താണോ കേരളയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞ പ്രശ്നം, നിങ്ങൾ വലിയ മൺകൂനകൾ കെട്ടിപ്പൊക്കി സ്വാഭാവികമായ നീരൊഴുക്ക് തടഞ്ഞാൽ, അന്ന് ആ ഭൂമിയുടെ രീതി മാറ്റിയാൽ വലിയ കുഴപ്പങ്ങളുണ്ടാകുമെന്ന് പറഞ്ഞത് ശരിയായി വന്ന സംഭവമായിരുന്നു ദേശീയപാതയുടെ പുനരുദ്ധാരണ പരിപാടി, വിപുലീകരണ പരിപാടി. ആ പ്രശ്നം പരിഹരിക്കാതെ കേരളത്തിലെന്നല്ല ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നില്ല. മാത്രമല്ല, ഈ ദേശീയപാതയിലെ പദ്ധതി നടപ്പാക്കുമ്പോൾ ഈ കുത്തനെ മുറിച്ചു നിർത്തിയിരിക്കുന്ന മലകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതൊക്കെ ഒരു മഴ വരുമ്പോൾ പൊടിഞ്ഞു താഴേക്ക് വീഴുന്ന കാണാം. പക്ഷേ ഇത് സംഭവിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല, ദേശീയപാത ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല എന്ന് പറയുകയാണ്. ഇത് അശാസ്ത്രീയമായി തന്നെ ഈ കാര്യങ്ങൾ നടന്നു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതെ, തിരിച്ച് അവരോട് ചോദിക്കാനുള്ളത്, ഇത് ദേശീയപാത അവരുടെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഈ കേരളയിൽ പണിയുമ്പോഴോ അത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തം ആയിരിക്കുമല്ലോ. ഇതേ പ്രശ്നം ഉണ്ടാകുമല്ലോ. അപ്പോൾ ട്രെയിൻ വരുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ, ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടായാലേ ട്രെയിൻ വരികയുള്ളൂ, തീവണ്ടി പദ്ധതി വരികയുള്ളൂ. അപ്പോൾ അതിനകത്ത് ശ്രീധരൻ പറയുന്ന പദ്ധതിയിൽ ഭൂരിഭാഗവും ബ്രിഡ്ജുകളാണ്. വയഡക്റ്റ് മറ്റേതിനാണ് ഏതാ സംസ്ഥാന സർക്കാരിൻ്റെ. സംസ്ഥാനത്ത് വയഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ മണ്ണിട്ട് നിർത്തുന്നതല്ല. അല്ല, ഈ തൂണിന്മേൽ തന്നെയാണ്. അത് പുതിയ 2 പദ്ധതികൾ, ഈ വരുന്ന പുതിയ 2 തൂണിലാണ്. ജിം സാർ പറഞ്ഞാൽ അതൊരു പ്രശ്നം ഉണ്ട്. അറിയോ, ഈ 2 പദ്ധതികളും വയഡക്റ്റിൽ തന്നെയാണ്. മുൻപ് ഈ കേരളയിൽ പറഞ്ഞതും കൂടുതലും ആകാശപാത പോലെയാണ്. മഞ്ഞക്കുറ്റി സ്ഥല ഏറ്റെടുപ്പിന് വേണ്ടിട്ടല്ലേ? അതിന്റെ വിശദാംശങ്ങൾ പറയാം. 60% സ്ഥലവും ഇതാണ്, നേരായി തന്നെയാണ്. അതുകൊണ്ടാണ് 60, അതായത് മണ്ണിട്ട് തന്നെയാണ് 60%. അതുകൊണ്ടാണ് മണ്ണിട്ടില്ല, നിരപ്പായ സ്ഥലമാണ്. അതെ, മണ്ണിട്ട് പൊക്കണം, എന്നാലേ ഇത് പൊക്കത്തിലേ പറ്റുള്ളൂ. നിരപ്പായ സ്ഥലമാണ്, മണ്ണിട്ട് പൊക്കണം. അതുകൊണ്ടാണ് 66,000 കോടിയാണ് ആ പദ്ധതിക്കുള്ള എസ്റ്റിമേറ്റ്. 88,000 കോടിയാണ് ഈ പുതിയ പദ്ധതിയുടെ പ്രോജക്റ്റ്. 20,000 കോടിയുടെ വ്യത്യാസമുണ്ട്. അതിൻ്റെ കാരണം ആകാശപാതയായിട്ടാണ് ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളും ഡിസൈൻ ചെയ്തത്. മറ്റു ചില സ്ഥലങ്ങളിൽ തുരങ്കത്തിൽ കൂടിയാണ് പോകുന്നത്. കേന്ദ്ര സർക്കാരും ഇപ്പോൾ കേരളം പ്രപ്പോസ് ചെയ്യുന്ന ഈ പദ്ധതിയും ശ്രീധരൻ പ്രപ്പോസ് ചെയ്യുന്ന ഈ പദ്ധതിക്കും രണ്ടിനും ഈ ഭൂമിയുടെ കേരളത്തിൻ്റെ ആവാസ വ്യവസ്ഥയെയും ഈ പറയുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെയും ഒരു പരിധിവരെ മറികടക്കാനാകും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ പ്രശ്നം പരിഹരിച്ചുകൊണ്ടാണ് ഈ സ്ഥാനത്തിലേക്ക് വരുന്നതെങ്കിൽ നല്ല കാര്യം. അത് അതിൻ്റെ DPR മറ്റു കാര്യങ്ങളും പദ്ധതിയും പ്രോജക്റ്റുകളും ഒക്കെ വന്നതിന് ശേഷമാണ്.
പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ പേരിൽ അടിയുണ്ടാക്കുന്ന ഒറ്റ രണ്ടും ഒരുപോലെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടിൻ്റെയും സാങ്കേതിക പ്രശ്നങ്ങളാണെങ്കിൽ ശ്രീധരൻ പറയണം, അല്ലെങ്കിൽ ഇതിൻ്റെ വിദഗ്ധർ പറയണം. ശ്രീധരൻ സാർ പറയുന്നു ഇത് മണ്ടത്തരമാണ്, ഇത് ഈ RRTS എന്ന് പറയുന്നത് പരമാവധി നിങ്ങൾക്ക് ചെങ്ങന്നൂർ വരെ ഏതെങ്കിലും ഗ്രാമപ്രദേശവും ഏതെങ്കിലും ഒരു നഗരവും തമ്മിൽ കണക്ട് ചെയ്യാൻ മാത്രമേ ചെയ്യാറുള്ളൂ. ഉദാഹരണത്തിന് മീററ്റ് മുതൽ ഡൽഹി വരെ വെറും 60 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു പദ്ധതിയാണെങ്കിൽ RRTS കേരളത്തിൽ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ നടപ്പാക്കാൻ സാധിക്കില്ല. ഇറ്റ്സ് ഫൂളിഷ്നെസ് എന്ന് പറയുന്നു. അദ്ദേഹം അങ്ങനെ പറയുന്നു, എനിക്കറിയില്ല. പക്ഷേ ശരിയാണെങ്കിൽ അത് മണ്ടത്തരമാണ്. അതിൻ്റെ കാരണം ശ്രീധരൻ്റെ ഒരു പ്രോജക്റ്റും കേരള സർക്കാരിൻ്റെ ഒരു പ്രോജക്റ്റും എന്നുള്ളതല്ല, BJPയുടെ ഒരു പ്രോജക്റ്റും ഇപ്പോഴത്തെ ഇടതുമുന്നണിയുടെ ഒരു പ്രോജക്റ്റും തമ്മിലുള്ള ഫൈറ്റായിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം, ഈ പൊടിപടലങ്ങളെല്ലാം അടങ്ങിയതിന് ശേഷം ഈ പദ്ധതിയുടെ പഠനങ്ങൾ വരട്ടെ, വിശദാംശങ്ങൾ വരട്ടെ. കേരളത്തിന് അനുയോജ്യമാണെങ്കിൽ, കേരളത്തെ മതിലുകൊണ്ട് മൂടാത്ത പദ്ധതിയാണെങ്കിൽ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉയർത്തിയതിനൊക്കെ മറുമരുന്നുണ്ടെങ്കിൽ ഈ പദ്ധതിയെ ഏതായാലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഇപ്പോഴുള്ളത് അസാധ്യമാണ്. കാരണം ഇത് ട്രെയിനിന് വേണ്ടിയിട്ടുള്ളതല്ല, ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ട്രെയിൻ യുദ്ധമാണ്. Meet the editors.